ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരു റിക്കവറി പീരീഡ്, ഒരു റെസ്റ്റ് പീരീഡ് ഉണ്ട്. ഈ റെസ്റ്റ് പീരീഡിൽ ഭൂരിപക്ഷം ആളുകളും ചെയ്യാൻ സാധ്യതയുള്ള പലരെയും അപകടത്തിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു മേജർ സർജറി കഴിഞ്ഞു, ഒരു മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ, അതല്ലെങ്കിൽ ഇടുപ്പ് മാറ്റൽ ശസ്ത്രക്രിയ, ഓർത്തോ ഓപ്പറേഷന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറയും. കുറേ അധികം ദിവസങ്ങൾ, ആഴ്ചകൾ തുടർച്ചയായിട്ട് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുമ്പോൾ വരുന്ന ഒരു വലിയ കോംപ്ലിക്കേഷൻ ബ്ലഡ് ക്ലോട്ട്സ്, രക്തം കട്ടയാവുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ട് കോംപ്ലിക്കേഷൻസ് വരാം. ഒന്നാമത്തത് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, കാലിലെ രക്തധമനികളിൽ ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്ന അവസ്ഥ. രണ്ടാമത്തത് പൾമണറി എംബോളിസം, ശ്വാസകോശത്തിൽ ബ്ലഡ് ക്ലോട്ട് വരുന്ന അവസ്ഥ. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇതിൽ പൾമണറി എംബോളിസം എന്ന് പറയുന്ന അവസ്ഥ പെട്ടെന്നുള്ള മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം സത്യത്തിൽ റെസ്റ്റിന് വേണ്ടിയുള്ളതല്ല. ചെറിയ രീതിയിലുള്ള അനക്കമില്ലെങ്കിൽ ബ്ലഡിന്റെ ഒഴുക്ക് കുറയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒഴുക്കില്ലാത്ത ഒരു പുഴയിൽ ചളി കെട്ടിക്കിടക്കുന്ന പോലെ രക്തയോട്ടം കുറയുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങും. ഇതിന്റെ ശാസ്ത്രം എന്താണ്? നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴോ ഒരുപാട് നേരം മലർന്നു കിടക്കുമ്പോഴോ ഇളകാതിരിക്കുമ്പോഴോ രക്തയോട്ടത്തിന്റെ സ്പീഡ് വല്ലാതെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളിലും ഗർഭിണികൾക്കും രക്തത്തിനകത്ത് ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള ഫാക്ടേഴ്സ് ഒരുപാട് കൂടുന്നുണ്ട്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴേ ബ്ലഡ് ക്ലോട്ട് വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സർജറിക്ക് ശേഷം നല്ലൊരു റിക്കവറിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, കഴിയുന്നതും പെട്ടെന്ന് തന്നെ ശരീരഭാഗങ്ങൾ ഇളക്കി തുടങ്ങുക. ഇത് നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ പലപ്പോഴും ബെഡിൽ കിടന്ന് തന്നെ നമുക്ക് കാലിളക്കി തുടങ്ങാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് വെച്ചാൽ കാലിലെ രക്തയോട്ടത്തിന് തടസ്സം വരാതിരിക്കാനുള്ള ഒരു മാർഗം. അതിനെക്കുറിച്ച് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇത് കാരണം രക്തം കുറച്ച് ലൂസായിട്ട് നിൽക്കും. നാലാമത്തെ കാര്യം, രക്തം കട്ടി കുറക്കുന്നതിനായിട്ടുള്ള നല്ല മരുന്നുകളുണ്ട്, ഇത് ഉപയോഗിക്കുക. അഞ്ചാമത്തേതായിട്ട്, രക്തം ക്ലോട്ട് ആവുന്നതിന്റെ ലക്ഷണങ്ങളെ നമ്മൾ വാച്ച് ചെയ്യുക. എന്ന് വെച്ചാൽ കാല് നീര് വരുന്നുണ്ടോ, കാലിൽ നിറവ്യത്യാസം വരുന്നുണ്ടോ, ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. പലപ്പോഴും സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ പറയാൻ റൂമിനകത്തൂടെയും വരാന്തയിലൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറയും. ഇത് കുറച്ച് മിനിറ്റുകൾ പല പ്രാവശ്യം ഓരോ ദിവസമായിട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയാം ഒരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയാം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ഗാർഡനിങ് ആണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഇങ്ങനെയാണ് ഒരു സർജറിയിൽ നിന്നും നമ്മൾ റിക്കവറി ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇതെല്ലാം സർജറികൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ സർജറി ചെയ്ത ഡോക്ടറുടെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. സത്യത്തിൽ റിക്കവറി എന്ന് വെച്ചാൽ അതൊരു സൂപ്പർവൈസ്ഡ് ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം, അതൊരു പ്രോഗ്രസീവ് ആയിരിക്കണം. ഏതൊരു മേജർ സർജറിയും കഴിയുമ്പോൾ യുദ്ധത്തിന്റെ പകുതി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി പകുതി റിക്കവറിയാണ്. സർജറി പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.